നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ അഭിമാനപൂർവ്വം പങ്കുചേർന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭയും സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുവല്ല SC സ്കൂളിലെ ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത കൊട്ടാരക്കര ടൗൺ ഗവൺമെന്റ് HSലും ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത കോട്ടയം ജില്ലയിലെ അഞ്ചേരി ഗവൺമെന്റ് UP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. മാർത്തോമ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളായും പോളിംഗ് ബൂത്തുകളായും പ്രവർത്തിച്ചു. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 1077 പോളിംഗ് ബൂത്തുകളിൽ 104 സഭയുടെ സ്ഥാപനങ്ങളായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതീവ ഗൗരവമുള്ളതാണെന്നും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണമെന്നും അത് ഏവരുടെയും പൗരത്വ കടമയാണെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത അഭ്യർത്ഥിച്ചിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരും വിഭാഗീയതകൾക്കതീതമായ നിലപാടുള്ളവരും പൊതുജീവിതത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരും വിജയിച്ചു വരേണ്ടത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും മെത്രാപ്പോലീത്ത വ്യക്തമാക്കി. ദാരിദ്ര്യം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വന്യജീവി ആക്രമണം ഉൾപ്പെടെ നിരവധി നീറുന്ന പ്രശ്നങ്ങൾ ജനങ്ങളെ വേട്ടയാടുകയാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുന്നവരും പരിഹാരത്തിന് ശ്രമിക്കുന്നവരും തിരഞ്ഞെടുക്കപ്പെടണം. നൂറ്റാണ്ടുകളായി രാജ്യം കാത്തുസൂക്ഷിച്ച ബഹുസ്വരതയും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണം. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും രാജ്യത്ത് പുലരണം. ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഭരണഘടനാ അവകാശമായ മതസ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന നീക്കങ്ങൾ ആശങ്കാജനകമാണെന്നും മെത്രാപ്പോലീത്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത സ്മാരക പ്രഭാഷണം മെയ് 5 വൈകുന്നേരം 4 മണിക്ക് റാന്നി ക്രിസ്തോസ് മാർത്തോമ പള്ളിയിൽ നടത്തും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരിക്കും. സീറോ മലബാർ സഭ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി എന്നിവർ പ്രഭാഷകരായിരിക്കും. നിർധനർക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കുന്ന സഭയുടെ അഭയ പദ്ധതിയിൽ അയിരൂർ വെള്ളയിൽ 9 വീടുകൾക്ക് കൂടി കട്ടിള വെച്ച് നിർമ്മാണം ആരംഭിച്ചു. കുമ്പളന്താനം മേപ്പുറത്ത് വെട്ടിക്കൽ ശാന്തമ്മ തോമസ് ദാനമായി നൽകിയ 60 സെന്റ് ഭൂമിയിലാണ് വീടുകൾ ഒരുക്കുക. വീടുകൾക്ക് പുറമെ കമ്മ്യൂണിറ്റി ഹാളും പൊതുകിണറും നിർമ്മിക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ പട്ടത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭൂഭവനരഹിതർക്ക് 75 വീടുകൾ നിർമ്മിക്കുന്നതാണ് അഭയ പദ്ധതി. മാർത്തോമ സഭാംഗങ്ങളായി നിരവധി ആളുകൾ ഭൂമി ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നതോടെ ഭൂരഹിതർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. പുല്ലാട് തെറ്റുപാറയിൽ ഒരു കുടുംബം ദാനമായി നൽകിയ 52 സെന്റ് ഭൂമിയിൽ 8 വീടുകളും ഒരു കമ്മ്യൂണിറ്റി ഹാളും നിർമ്മാണം പൂർത്തിയാക്കി മെത്രാപ്പോലീത്ത കൂദാശ ചെയ്തിരുന്നു. 59 വീടുകളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കി താക്കോൽ കൈമാറി. നിർധന രോഗികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന സ്നേഹാമൃതം പദ്ധതി 10 വർഷം പിന്നിടുന്നതിന്റെ സ്തോത്രാർപ്പണമായി സ്നേഹസംഗമം ഒരുക്കി മാർത്തോമ യുവജന സഖ്യം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം. ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി നിർധനനായ ഒരാൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന സ്നേഹാമൃതം ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ MS സുനിൽ നിർവഹിച്ചു. കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ നടന്ന സംഗമത്തിൽ മുനിസിപ്പൽ ചെയർമാൻ SR രമേശ്, ജുമാ മസ്ജിദ് ഇമാം മുഷൻ അഹമ്മദ്, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് തങ്കപ്പൻ പിള്ള, മുനിസിപ്പൽ കൗൺസിലർ വനജ, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു ഇബ്രഹാം ജോൺ, മന്ദിരം സൂപ്രണ്ട് റവറൻ ഷിബു ശമുവേൽ, യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് റവറൻ ജിനി ഫിലിപ്പ് ജോർജ്, സെക്രട്ടറി എബീസ് ലീബാച്ചൻ, കൺവീനർ KK കുരുവിള എന്നിവർ പ്രസംഗിച്ചു. ദിവസവും രാവിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെയും എല്ലാ ശനിയാഴ്ചകളിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുള്ളവർക്കും ഭക്ഷണം നൽകുന്നതാണ് സ്നേഹാമൃതം എന്ന പേരിൽ ശ്രദ്ധ നേടിയത്. ഭദ്രാസനാധ്യക്ഷനായിരുന്ന ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ പട്ടത്വ രജത ജൂബിലിയോടനുബന്ധിച്ച് ഭദ്രാസന യുവജന സഖ്യം 2014 ഏപ്രിൽ 21 ആരംഭിച്ചതാണ് സ്നേഹാമൃതം. പദ്ധതി 3000 ദിവസം പൂർത്തിയായപ്പോൾ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു.
കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദീപശിഖ പ്രയാണത്തിന് തെളിയൂർ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും തെളിയൂർ കേന്ദ്രത്തിലെത്തിയ ദീപശിഖയെ പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. ദീപശിഖ സ്വീകരണത്തോടനുബന്ധിച്ച് നടന്ന സുവർണ സമൃദ്ധി 2024 പരിപാടി ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ അഗ്രികൾച്ചർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ വി വെങ്കട സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം സ്മാർട്ട് ആശയങ്ങളുടെ പിന്തുണയോടെ പരമാവധി വർദ്ധിപ്പിച്ച് മൂല്യവർദ്ധനവിലൂടെ അവയുടെ സാമ്പത്തിക മൂല്യം വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിവരുന്നതായി അദ്ദേഹം പറഞ്ഞു. കാർഡ് ഡയറക്ടർ റവറൻ മോൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൃഷി അനുബന്ധ മേഖലകളിൽ നേട്ടം കൊയ്തവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സല ആദരിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിലൂടെ വരുമാന വർധനവ് നേടിയ കർഷകർക്കുള്ള ഫെലോ ഫാമർ പുരസ്കാരം എഴുമറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി പി എബ്രഹാം നൽകി. കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവിയും സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ സി പി റോബർട്ട്, കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മാത്യു എബ്രഹാം, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഇൻചാർജ് സുസ്മിത സുധി, MCRD ഡയറക്ടർ റവറൻ വിനോദ് ഈശോ, കാർഡ് ട്രഷറർ വിക്ടർ ടി തോമസ്, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈൻ എൻ ജേക്കബ്, കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റിൻസി കെ ഇബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ യുവജന സഖ്യം ദളിത് കൺസേൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂക്കാലം വരവായി സീസൺ 1 എന്ന പേരിൽ യുവജന പഠന ക്യാമ്പ് അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ സംഘടിപ്പിച്ചു. മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. റവറൻ സാം ടി കോശി, ഷിബി പീറ്റർ, റവറൻ തോമസ് റിനു വർഗീസ്, റവറൻ ഡോക്ടർ സണ്ണി ജോർജ്, ലൗവിൻ ചെറിയാൻ, സ്നേഹ സൂസൻ മത്തായി എന്നിവർ ക്ലാസുകൾ നയിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മാർത്തോമ സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ നേതൃത്വം നൽകി. മാർത്തോമ യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ എബ്രഹാം സി പുളന്തിട്ട, ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ഡാനിയൽ, ട്രഷറർ ലിബിൻ മാത്യു, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ പ്രേമിൻ ഐബ് വേങ്ങൽ, ചെയർമാൻ റവറൻ അനിൽ എബ്രഹാം പുല്ലാട്, കൺവീനർ ജസ്റ്റിൻ ജോസഫ് അടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമ സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള 85 പരം യുവജനങ്ങൾ പങ്കെടുത്തു. ക്യാമ്പിനോട് ചേർന്ന് സീനിയർ ഫ്രണ്ട്സ് സംഗമവും നടത്തപ്പെട്ടു. നിരണം മാരാമൺ ഭദ്രാസന പെയിൻ ആൻഡ് പാലിയേറ്റീവ് മിഷന്റെ നേതൃത്വത്തിൽ മാരാമൺ ഇടവകയുടെ പുല്ലാട് കുന്നന്താനം ചാപ്പലിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നിരണം മാരാമൺ ഭദ്രാസന പെയിൻ ആൻഡ് പാലിയേറ്റീവ് മിഷൻ ചെയർമാൻ റവറൻ KM ജോൺസന്റെ അധ്യക്ഷതയിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യു സെ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ PT തമ്പി, ഡോക്ടർ J ജേക്കബ്, ഡോക്ടർ സൂസൻ തമ്പി, സിസ്റ്റർ മറിയാമ്മ എന്നിവർ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, ഭദ്രാസന കൌൺസിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മിഷൻ കൺവീനർ എബിൻ പി മാത്യു, കൌൺസിൽ അംഗങ്ങളായ VM ജോസഫ്, ലിനോ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. കോഴഞ്ചേരി, മാരാമൺ, ഇരവിപേരൂർ സെന്ററുകളിലുള്ള ഇടവകളിലെ ഭദ്രാസന കൌൺസിൽ അംഗങ്ങൾ, ഭദ്രാസന അസംബ്ലി അംഗങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന വികസന സംഘത്തിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തോടെ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിച്ചു. ഭദ്രാസനത്തിലെ നിരവധി കർഷകരും വനിതകളും പങ്കെടുത്തു. തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ വിദഗ്ധർ ക്ലാസ് നയിച്ചു. ഡോക്ടർ യുയാക്കിം മാർ കുർലോ സഫ്രഗൻ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. സഭാ വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ഭദ്രാസന സെക്രട്ടറി റവറൻ സാംസൺ M ജേക്കബ്, വികസന സംഘം ട്രഷറർ മോഡി P ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മേൽപ്പാടം ആറ്റുമാലിൽ ജോർജ് കുട്ടി മെറിറ്റ് അവാർഡ് മെയ് 4 സൊസൈറ്റി ഓഫ് ഇന്ത്യൻ എയ്റോസ്പേസ് ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ഡോക്ടർ CG കൃഷ്ണദാസ് നായർക്ക് സമ്മാനിക്കും. ആറ്റുമാലിൽ ജോർജ് കുട്ടി യങ് സയന്റിസ്റ്റ് മെറിറ്റ് അവാർഡ് ഡോക്ടർ ടിജു തോമസ്, ഡോക്ടർ ശാരദ പ്രസാദ് പ്രധാൻ എന്നിവർക്കും സമർപ്പിക്കും. വൈകുന്നേരം 3:30 തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സീനിയർ വികാരി ജനറൽ വെരി റവറൻ ജോർജ് മാത്യു, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി ആൻസൽ സക്കറിയ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ എന്നിവർ പ്രസംഗിക്കും. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ശാലോം.